താമസിച്ചോണ്ടിരുന്ന വീടാണ് ഞാനിതൊക്കെ. ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ ചെമ്മേറെ ഈ പാന്റെ പോലെ ഇപ്പം പറഞ്ഞു കെട്ടിപ്പിടിക്കട്ടോ. കേക്ക് കൊടുത്താ ഫുഡ് കഴിക്കാൻ പോവാ. ഒരു പ്രേതപ്പാടാൻ മോനെ നിങ്ങളിപ്പോ ഈ പ്രേതം എന്നുള്ള ജീവിതം നിർത്ത്. ഇത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ പൊട്ടിക്കണ്ടേ. ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് മച്ചാരെ സെമേർ ജാസിക്ക് ഒരു മുത്തം കൊടുക്ക്. ജാസി അൺബോക്സ് പൊട്ടിക്കാൻ ആരെടുത്തിട്ടുള്ള ഞാൻ പൊട്ടിക്കട്ടെ. എന്തായിരിക്കും ജാസി? ഓവനാ? ഇന്നലെ ലൈവില് ജാസിക്ക് എന്താ കൊടുക്കേണ്ടത് ചോദിച്ചപ്പോ കുറെ ആള് പറഞ്ഞത് മൈക്രോവേവ് കൊടുക്കാൻ. പക്ഷെ ആ ഒരു കാര്യം പറ്റേ ഒഫീഷ്യലി ഗൈസ്, ഒഫീഷ്യൽ അനൗൺസ്മെന്റ്, ജാസി കുക്കിംഗ് തന്നെ ചെയ്യണ്ട. ജാസിന്റെ കുക്ക് എനിക്ക് സന്തോഷം നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാമോ? ഇങ്ങനെയാണ് കരിയർ അപ്ഡേറ്റ് ആവേണ്ടത്. അല്ലാണ്ട് ഇതെന്താ ഉള്ളു നോക്കി? ഇത് ഉള്ളി കണ്ടിട്ടെന്താ വന്ന്? വാഷിംഗ് മെഷീനാണോ? ചെറിയ ഫ്രിഡ്ജാ. എന്തായിരിക്കും ഇനി മനസ്സിലാകുന്നില്ല. നീ പൊട്ടനാണ്. ഞാൻ വെഞ്ചരിക്കണത് പൊട്ടിക്കല്ല. അത് കുഴപ്പമില്ല. അതിന്റെ കവറിങ് മാറ്റിയടാ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ഇതിന്റെ ബാക്കി സാധനങ്ങൾ പോയിട്ട് എടുക്കണം. പെട്ടെന്ന് ഇത് വാങ്ങാൻ പറ്റുള്ളൂ. പോയിട്ട് നാളെ പോയി മോണിറ്റർ, ഇതിന്റെ കീബോർഡ്, മൗസ്, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളും കുറച്ച് വാങ്ങാണ്ട്, മൈക്ക്, ഹെഡ്സെറ്റ്. അപ്പൊ ജാസി അടുത്ത സ്ട്രീമർ ജാസി. കൊറേ കാലം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടല്ലേ. ഇത് കുറച്ചാലും സ്ട്രീം ആയി. ഒറ്റയ്ക്കിരുന്ന് സ്ട്രീം ആയി. ഇതുപോലൊന്നും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. ഇത്ര ആൾക്കാർ കൂടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇത്ര ആൾക്കാർ എന്റെ ചുറ്റും നിന്നിട്ട് വന്നില്ലടാ. പിന്നെന്താ പ്രശ്നമോ? തൊപ്പി അതാരാ സ്പ്രേ എല്ലാം അടിച്ചത്? നിലം പറ്റുന്ന, കാല് പറ്റുന്ന. ഈ കോഴിക്കോട് ഇതെടുത്തോ അവന്റെ റൂമിലേക്ക് വെച്ചാ. ഇതെടുത്ത് ആരെങ്കിലും റൂമിലേക്ക് വെച്ചാ. എനിബഡി
അഖിൽ നിനക്ക് അസംബ്ലി അറിയില്ലേ അസംബ്ലി അല്ല ഈ മോണിറ്റർ സമയത്ത് ബന്ധിപ്പിക്കുന്നവരോ ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ അസംബ്ലിക്ക് നിൽക്കേണ്ടി വരല്ലോ എന്ന് വിചാരിച്ചു. കോഴിക്കോട് കോമാളി അടുത്ത വണ്ടി കിട്ടോ നിനക്ക് നമ്മളെ ജാക്കറ്റ് കൊടുത്തു കോൾ ജാസി ഫാമിലി എന്ന് പറഞ്ഞു. ജാസിന്റെ ഫാമിലിനെ വിളിക്കാൻ പറഞ്ഞു. ജാസി ഞാൻ വിളിക്കാം ഇപ്പം വിളിക്കാം. ഇപ്പൊ എന്റെ ഫോൺ എവിടെയുള്ള ഗൈസ് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് ഏകദേശം ഒരു 3 മാസത്തിന്റെ അടുത്തായിട്ട് ആയിട്ടുള്ളൂ. വരുന്ന സമയത്ത് ഒന്നുമില്ല, 2-3 വർഷമൊക്കെ വലിയ പരിപാടി കാര്യങ്ങൾ തട്ടിമുട്ടിയൊക്കെ പോയതാ. ഇവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാ പൈസ അങ്ങനെ ഒന്നല്ല, എന്നാ ഫെയിം പരിപാടി ഞാൻ ആകെ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ നിലത്ത് മൊത്തം അതെല്ലാം സ്പ്രേ അടിച്ചത്. ഞാൻ പൊട്ടിച്ചാ ചെയ്തേ. സ്പ്രേ അടിച്ചല്ല നീ കോഴിക്കോട് ഞാനല്ല ഞാൻ പൊട്ടിക്കല്ലേ ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടും കൂടുതലായിട്ട് അപ്പൊ anyways guys, എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്റെ ഉപ്പ ഉമ്മ അനിയന് എല്ലാവർക്കും സംഭവം ഡേറ്റ് അടക്കം ഞാൻ മറന്നുപോയി. അനിയനായിട്ട് ഓർപ്പിച്ചിട്ടാണ് ചാറ്റിൽ അത് വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വേറെ ആരുടെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ എന്തായാലും ഇവന്റെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളോട് പറയേണ്ടത്. ഇവന് ചാറ്റിൽ ആരെങ്കിലും വന്നിട്ട് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ജാസി എന്ന് പറഞ്ഞില്ലായിരുന്നു, ഞാനും അറിയില്ലായിരുന്നു, നമ്മളാരും അറിയില്ലായിരുന്നു ഇവന്റെ ബർത്ത്ഡേ ആണ്. എന്റെ ഇത്രയും കാലമായിട്ട് ഞാൻ ആഘോഷിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ നമുക്ക് മൈൻഡിലില്ല. അറിയില്ലായിരുന്നു നീ പറയരുത്, അറിയായിരുന്നു, ഓർമ്മയിൽ അങ്ങനെ ഓർമ്മ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ സംഭവം ആരും കൂടിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പിന്നെ അങ്ങനെ നോർമൽ ആയിട്ട് തന്നെ എടുത്ത് ഇവന്റെ ബർത്ത്ഡേ ഉണ്ട് പോലും മുഷറഫിന്റെ ഒരു ചവിട്ടും ഒരു ചവിട്ടും ഇങ്ങോട്ടേക്ക് വരും വേണ്ട, കോഴിക്കോട് വന്നിട്ട് നമ്മള് ചവിട്ടിക്കോളാം. ബാക്കിൽ കുറച്ച് ആൾക്കാർ സൈഡായിട്ട് അല്ല മാക്ക് നിന്നോട് അടക്കം പറയുന്നു വരും. എല്ലാരും ഒപ്പം നിന്നേലും വിഷ് ചെയ്ത് എല്ലാത്തിനും താങ്ക് യു. നിങ്ങൾ കാരണമാണ് ഞാൻ ഇത്ര ഈ ലെവലിലേക്ക് എത്തിയ താങ്ക് യു. അമ്മ ഇവന്റെ പ്രസംഗം വിളിക്കാനുള്ള ഞാൻ പറഞ്ഞത് പറയുന്നുണ്ട്. ഇപ്പം കടിക്കോ? ഇല്ല ഞാൻ അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ദ പാർട്ടി ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ പാർട്ടി. കോൾ ഫാമിലി നടന്നില്ല. ഞാൻ കാരണം എടാ ഓനക്ക് താല്പര്യമില്ല, എടാ ഓൾറെഡി വിളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ ഇമോഷണൽ ഒരു ഡ്രാമ പോലെ ആണ്ടാന്ന് വെച്ചിട്ടാണ്